പെർഫെക്ഷനിസം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാപ്പായി മാറിയേക്കാവുന്ന ഒന്നാണിത്. സ്കൂൾ തൊട്ടേ നമ്മൾ കേട്ടു തുടങ്ങുന്നതാണല്ലോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഉപദേശം. എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ അക്ഷരങ്ങൾ, പിന്നീട് വരയ്ക്കുന്ന ചിത്രങ്ങൾ, പിന്നീട് ആൻസർ ഷീറ്റിലെ മാർക്ക്, ജീവിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ ജോലി, പാർട്ട്ണർ, വയ്ക്കുന്ന വീട്, ഇതെല്ലാം പെർഫെക്റ്റ് ആക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും നമുക്കുണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് 3 എണ്ണമാണ്. അതേതൊക്കെയെന്ന് നോക്കാം. മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ കുറവുകളൊന്നും പുറത്തറിയാൻ പാടില്ല എന്നുള്ള ചിന്ത വരുന്നു. ഈ ചിന്ത കാരണം പലരുടെയും കഴിവുകളും ക്രിയേറ്റിവിറ്റിയും ടാലൻറ്റും എല്ലാം മൂടി വയ്ക്കപ്പെടുന്നു. രണ്ടാമത്തേത്, നമ്മുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. എല്ലാം ഫ്ലോലെസ് ആയിരിക്കണം, അതാണ് പുതിയ ട്രെൻഡ്. പെർഫെക്ഷനിസത്തിൻ്റെ പിന്നാലെ പായുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സമയവും നമുക്ക് നഷ്ടപ്പെടുന്നു. ഒരു കാര്യം തന്നെ നന്നായി ചെയ്യാൻ വേണ്ടി അത് വീണ്ടും വീണ്ടും ചെയ്യുന്നു. അതല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. ഇങ്ങനെ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സെൽഫ് എസ്റ്റീം കുറയുന്നു, ആൻസൈറ്റി, ഡിപ്രഷൻ മുതലായ മാനസിക അവസ്ഥകൾ തലപൊക്കുന്നു. അതുകൊണ്ട് പെർഫെക്ഷനിസത്തിൻ്റെ പിന്നാലെ പായാതെ ജീവിതത്തിനെ അതിൻ്റെ കുറവുകളോടുകൂടി കാണാൻ പഠിക്കുക, സന്തോഷിക്കാൻ പഠിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.